വെള്ളിത്തരിയത് തുമ്പപ്പൂ കണ്ടോ ചെങ്ങായി കുമ്പിളും അരകൾ താരകൾ പോന്നു മിന്നമിലിങ്ങിന്റെ മാതിരി മിന്നമിലിങ്ങിന്റെ മാതിരി ഞാൻ ഇങ്ങോട്ടോടുന്നു അമ്മാവനോടുന്നു ഞാൻ ഇങ്ങോട്ട് ചാടുന്നു അമ്മാവൻ ചാടുന്നു. ഈ മോന്റെ അസുഖത്തിന്റെ പേരെന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ പേര് SSP എന്നല്ലേ? SSP അതായത് അഞ്ചാമ്പനിന്ന് വൈറസ് തലച്ചോറിൽ കയറിയതാണ് അവർ ഡോക്ടർമാർ പറഞ്ഞത്. അപ്പൊ ഇതിന് എന്താ ഇത് മാറുന്ന് പറഞ്ഞിട്ടുണ്ടോ? മാറൂല. അതായത് അവരുടെ സയൻസിൽ ഇത് മാറി ചരിത്രമില്ല. അതായത് പിന്നെ ഇത് കുട്ടിക്ക് ഏകദേശം 7 കൊല്ലാണ് അവര് 7 കൊല്ലാണ് ആയുസ് പറഞ്ഞത് ഡോക്ടർമാർ. അതായത് ഇങ്ങനെ ബോഡി ബിൽഡ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. രാജ്യമായിട്ട് ബോഡി ബിൽഡ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇൻഫെക്ഷൻ വരാണ്ട് നോക്കാം. അപ്പം നമ്മളിങ്ങനെ യാത്രകൾ പരമാവധി ഒഴിവാക്കുക. മറ്റുള്ളവരെ കൊണ്ട് ഓവറായിട്ട് ഇവൻ്റെ അടുത്തേക്ക് ആരും വരുത്തിക്കരുത്. അവർക്കൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ പെട്ടെന്ന് കയറും. ഇൻഫെക്ഷൻ വന്നാൽ പിന്നെ ആകെ താളം തെറ്റും. നമ്മൾ ഉണ്ടാക്കിയെടുത്ത് എല്ലാം പോവുകയാണ്. അതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ഇവന് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ മസിൽസൊക്കെ ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം അവന് ഭക്ഷണം ഇറങ്ങാൻ പാകത്തിന് ഭക്ഷണത്തിന് നമ്മൾ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ കുറേ മാറ്റിയിട്ടുണ്ട് ഇവിടുത്തെ. അപ്പോൾ ഫ്ലോ വരുമ്പോൾ അവനപ്പോൾ ഇങ്ങനെ അവന് ഇഷ്ടമുള്ളത് കൊടുത്ത് അവനെ നാക്ക് ചലിപ്പിച്ചെടുക്കണം. അപ്പോൾ നാക്കിൽ എന്തെങ്കിലും ഇങ്ങനെ മധുരം എന്തെങ്കിലും ഇങ്ങനെ ടയറൊരു ഇത് ജസ്റ്റ് ഒരു നാക്കിലിങ്ങനെ വെച്ച് കൊടുത്താൽ അങ്ങനെ ചലിപ്പിച്ചെടുക്കാം. രണ്ടാമത് നമ്മളെന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഒരു അവസ്ഥ അറിയാമല്ലോ. SSP എന്നുള്ള രോഗമാണ്. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ സയൻസ് കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞല്ലോ, അതായത് ഇങ്ങനത്തെ അവസ്ഥയാണ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരണം. അപ്പോൾ ആ കുട്ടിയെ ആദ്യം വേണ്ടത് നമ്മൾ ബോഡി ബിൽഡ് ചെയ്തെടുക്കണം. പിന്നെ ഇവൻ്റെ മോട്ടോർ നെർവ്സ്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കയ്യും കാലൊക്കെ ആണെങ്കിലും ഓരോ ഏരിയയിലുള്ള നെർവ് ഉണ്ട്, മോട്ടോർ നെർവ്സ്, അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നടത്തിക്കാനൊക്കെ നോക്കിയാൽ ചിലപ്പോൾ വീണ്ടും അതിൽ കുടുങ്ങിപ്പോവും. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് ഇങ്ങനെ ബോഡി ബിൽഡ് ചെയ്തെടുക്കുക. പയ്യെ ഇരുത്തി പഠിപ്പിക്കുക. ഇരുത്തി ബലമാക്കിയിട്ട് നടു ഉറച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നടത്തിക്കാൻ നോക്കാവൂ കേട്ടോ. ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞോണൊക്കെ ചെയ്യുക. പിന്നെ കുറച്ച് ക്ഷമ വേണം. കാരണം ഈ കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതിന് നമ്മൾ നോക്കാം. പിന്നെ ഇവനിപ്പോൾ അന്ന് വന്നേക്കാളേക്കും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരു ക്രിട്ടിക്കൽ ഒരവസ്ഥയിൽ നിന്നൊക്കെ ആൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പയ്യെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഒരു 1-2 വർഷമൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കണം. പയ്യെ മാറുള്ളൂ എന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ടാവും. ഇപ്പം കണ്ടിടത്തോളം അവനിപ്പോൾ ഇനിയിപ്പോൾ ഐ കോണ്ടാക്റ്റ് അവന് കൂടുതലായി വരും കേട്ടോ. ഇങ്ങനെ നോട്ടയ്ക്കും വരും. അങ്ങനെ ഓരോന്നായിട്ട് അവന് മാറ്റങ്ങൾ വരും. ഇപ്പോൾ തന്നെ കുറേ മാറ്റമുണ്ട്. ഐ കോണ്ടാക്റ്റ് പിരിക്കാനിപ്പോൾ അവനിങ്ങനെ ആയി വരുന്നുണ്ട്. അങ്ങനെ ഇരുത്തി നടുവൊക്കെ ഉറപ്പിക്കുക ആദ്യം കേട്ടോ. പിന്നെ ഇരിക്കുമ്പോൾ ബട്ടക്സിൻ്റെ ഭാഗം കുറേ നേരം ഇരുത്തി അവനെ ഇരുത്തരുത്. ബട്ടക്സിൽ നെർ കംപ്രഷൻ വരാണ്ട് പാടില്ല. ബാക്കിലേ നമ്മൾ ഇരിക്കുന്ന ഭാഗത്തൊക്കെ തലോടി കൊടുക്കുക. ഓടി ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തുകൊണ്ടിരിക്കുക ഡെയിലി കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. എല്ലാ ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞാൽ അവർ പറഞ്ഞു പിന്നെ 5ാമത്തെ വൈറസ് കയറിയാണ് പറഞ്ഞത്. അതായത് മീസിൽസ് വന്ന് തലച്ചോട്ട് വൈറസ് കയറി വന്നത്. അപ്പോൾ അവർ ബാംഗ്ലൂർക്ക് വിട്ടത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ പോയി ഇൻഹാൻസിൽ പോയി അവിടുന്ന് ചെക്കപ്പും കാര്യങ്ങളും കഴിഞ്ഞു. ഫുള്ള് അവർ ഈ വൈറസ് കയറിയെന്ന് പറഞ്ഞ് പിന്നെ അവരെല്ലാം 1-2 ഗുളിക തന്നു. ഫിക്സിൻ്റെ ഗുളിക തന്ന് പിന്നെ പതുക്കെ മോന് ഒരു 7 വർഷം കൊണ്ട് മോനില്ലാതാവുന്ന അവർ പറഞ്ഞത്. അവിടുന്ന് വന്ന് അസുഖത്തിൻ്റെ പേരെന്താ പറഞ്ഞത്? SSP അല്ലേ? അവിടെ വന്ന് 1 മാസം കൊണ്ട് വീണ്ടും വന്നു ഫിക്സ്. ആ ഫിക്സ് വന്നപ്പോൾ ബേക്കിൽ പോയി കോഴിക്കോട്. അവിടുന്ന് വന്ന് ഒരു ഗുളിയുമ്പോൾ കുട്ടിയാവും ഫിക്സിൻ്റെ.
ആ ഗുളിക കൂട്ടി ആ ഡോക്ടറിനോട് പറഞ്ഞാൽ കൂടി കൂടി വരിക. അതായത് അവൻ്റെ തുള്ളൽ ഫിക്സ് കൂടി വരും. ഡോക്ടർ പറഞ്ഞു അത് തലന്ന് കഴിയില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ IVG ഇൻജക്ഷൻ വെച്ചു, ബെയിൻ അത് വെച്ചിട്ടും ഉണ്ടായില്ല. ലാസ്റ്റ് മൂക്കി കുട്ടിക്കൊക്കെ കളഞ്ഞ് ബോധമില്ലാതെയായി. 4 സ്റ്റേജിൽ എത്തി. ഇപ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചു തുടങ്ങിയിരുന്നു. അതായത് ഇരിക്കുന്നുണ്ട്, ആദ്യം ഇരിക്കില്ല, വെള്ളം കുടിച്ചുകൊണ്ടേക്കും. അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ല, അതായത് അത് ഫസ്റ്റ് ഫിക്സ് ചെയ്തിട്ടിപ്പോൾ ജനുവരി മാസം ഏപ്രിൽ 2 ഇപ്പോൾ പറ്റ തളർന്നത് ഒരു 1.5 മാസമായിട്ട് പറ്റ ഒന്നുമില്ലാതെ ഇവിടെ വന്നിട്ടിപ്പോൾ അത് ഇരിക്കുന്നുണ്ട്. ഇരിക്കുന്നുണ്ട്, മറ്റേ ഇരിക്കാൻ കഴിയില്ല, നേരം വെച്ചുകൊണ്ടിരിക്കും. ഇപ്പം നോക്കുന്നുണ്ട്. അതായത് ട്യൂബ് ഇട്ടാണ് അങ്ങോട്ട് വന്നത്. മൂക്കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പോൾ ഇവിടുന്നാണ് ഇപ്പോൾ ഈ 12-ാം തീയതിയാണ് ട്യൂബ് ഊരിയത്. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. സാറ് പറഞ്ഞു 2 കൊല്ലം കൊണ്ട് പഴയ രീതിയിൽ ആവുന്നു.